ഓ വാഷിംഗ്ടൺ സുന്ദർ, ചേസിംഗിൽ വിരാട് കോഹ്ലിയുടെ ക്യാച്ച് നിങ്ങൾ വിട്ടുകളഞ്ഞുവെന്നാൽ നിങ്ങൾ ആ മത്സരം തന്നെ വിട്ടുകളഞ്ഞുവെന്നാണ് അർത്ഥം. പിന്നീട് കോഹ്ലി അടിച്ച ഓരോ ഷോട്ടും അത് തെളിയിച്ചു കൊണ്ടേയിരുന്നു. വിരാടിനെ പോലെ ഒരു വേട്ടക്കാരന് നിങ്ങൾ രണ്ടാമതൊരവസരം നൽകിയാൽ പിന്നെ മാപ്പിരുന്നിട്ട് കാര്യമില്ല. ആ പന്ത് പുല്ലിൽ തൊട്ട നിമിഷം മുതലേ ഗുജറാത്തിൻ്റെ പതനം തുടങ്ങിയിരുന്നു. ചേസ് ചെയ്യുമ്പോൾ കോഹ്ലിയുടെ ഏകാഗ്രതയും കണക്കുകൂട്ടലുകളും മറ്റൊരു തരത്തിലാണ്. ആ ബോഡി ലാംഗ്വേജിൽ പോലും അത് കാണാം. ഗുജറാത്ത് ക്യാപ്റ്റൻ ഗിൽ അയച്ച റാഷിദ് ഖാനോ കഗിസോ റബാഡയോ ഒന്നും അദ്ദേഹത്തിനൊരു വിഷയമേ ആയില്ല. ചിലർ പറഞ്ഞു, ഇത് പുതിയ കാലമാണ്, പുതിയ വേട്ടക്കാരുടെ യുഗമാണ്. ഈ ക്രിക്കറ്റ് മൈതാനമാകുന്ന കാട്ടിൽ പുതിയ മൃഗങ്ങൾ ജനിക്കുന്നുണ്ടാകാം, അവർ ഇരയെ തേടി ഓടാൻ പഠിക്കുന്നുണ്ടാകാം. പക്ഷേ കാട് എത്ര മാറിയാലും നിയമങ്ങൾ ആര് മാറ്റിക്കുറിച്ചാലും സിംഹം അവിടെയുണ്ട്. വൺസ് എ കിങ് ആൾവേസ് എ കിങ്. ഈ വാചകം ഇത്രയും സ്യൂട്ടായ വേറൊരു മനുഷ്യനുണ്ടോ? ഈ സീസൺ പാതിയിൽ ആ ഓറഞ്ച് ക്യാപ്പ് വീണ്ടും അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഇത് വെറുമൊരു ബഹുമതിയല്ല, വർഷങ്ങളായുള്ള അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. അയാളുടെ സമർപ്പണത്തിന് പിന്നാലെ റെക്കോർഡുകൾ ഓരോന്നോരോന്നായി വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ മനുഷ്യൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അമ്പരപ്പിക്കുന്നതാണ്. ഓർമ്മയില്ലേ 2022 സീസൺ വിരാട് കോഹ്ലി എന്ന രാജാവിൻ്റെ കരിയറിലെ ഏറ്റവും ഇരുണ്ട വർഷമായിരുന്നത്. റൺ മെഷീൻ എന്ന് ലോകം വിളിച്ച ഒരാൾ റൺസ് കണ്ടെത്താൻ കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടു. ക്രീസിൽ നിന്ന് ചിരിച്ചുകൊണ്ട് നിസ്സഹായനായി മടങ്ങുന്ന വിരാടിനെ കണ്ടപ്പോൾ അയാൾക്ക് 2020-ൽ ഇനിയൊരു ഭാവിയില്ലെന്ന് പലരും വിധി കുറിച്ചതാണ്. വെറും 115 സ്ട്രൈക്ക് റേറ്റിൽ 341 റൺസാണ് അന്ന് നേടിയത്. പക്ഷേ ഇത് കോഹ്ലിയാണ്, അയാളുടെ റേഞ്ച് വേറെയാണ്. 2023-ൽ 129 സ്ട്രൈക്ക് റേറ്റിൽ 639 റൺസ് നേടിക്കൊണ്ട് അയാൾ തിരിച്ചു വന്നു. 2024 സീസണിലോ 154 സ്ട്രൈക്ക് റേറ്റിൽ 741 റൺസ് നേടി സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. RCB വർഷങ്ങളുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച പോയ സീസണിലും 657 റൺസുമായി അയാൾ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ സീസണിൽ ഇതുവരെ അടിച്ചുകൂട്ടിയത് 328 റൺസ്. പക്ഷേ അതിലേറെ പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റാണ്. അന്താരാഷ്ട്ര കരിയറിൻ്റെ പീക്കിൽ നിൽക്കുന്ന കാലത്ത് പോലുമില്ലാത്ത സ്ട്രൈക്ക് റേറ്റിലാണ് അയാൾ ബാറ്റ് ചെയ്യുന്നത്, 163. അക്കങ്ങൾ കള്ളം പറയില്ലല്ലോ. IPL-ൽ ഇതുവരെ അയാൾ അടിച്ചുകൂട്ടിയ റൺസ് 8900. 8 സെഞ്ചുറികൾ, 19 വർഷത്തെ വിശ്വസ്തത. ഗുജറാത്തിനെതിരായ മത്സരത്തോടെ 300 സിക്സറുകൾ എന്ന ബെഞ്ച് മാർക്കും കടന്നു. ഇതൊരു കരിയറല്ല, ഇതൊരു സാമ്രാജ്യം തന്നെയാണ്. ഇടക്കാലത്ത് റൺസ് അടിച്ചു കൂട്ടുമ്പോഴും അദ്ദേഹം നേരിട്ട പ്രധാന വിമർശനം ബാറ്റിങ്ങിലെ സ്ലോ അപ്രോച്ചായിരുന്നു. കഴിഞ്ഞ സീസണിൽ തന്നെ അദ്ദേഹം വിമർശനങ്ങളെ പൊളിച്ചു കളഞ്ഞിരുന്നുവെങ്കിലും ഈ സീസണിൽ നാം കാണുന്നത് പുതിയ കോഹ്ലിയെയാണ്. ആദ്യ പന്ത് മുതൽ ആക്രമിച്ച് കളിക്കണമെന്ന വാശിയിലാണ് അദ്ദേഹം എത്തുന്നത്. വർത്തമാന ക്രിക്കറ്റിൽ, പ്രത്യേകിച്ചും IPL-ൽ ക്ലാസിക്കൽ അക്യുമുലേറ്റർമാരെ വേണ്ടെന്ന തിരിച്ചറിവ് കൂടിയാണ് കോഹ്ലിയുടെ മാറ്റം കാണിക്കുന്നത്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ 6 ഹിറ്റിംഗ് എബിലിറ്റിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. ഗ്രൗണ്ട് ഷോട്ടുകളിലൂടെയും ഫോറുകളിലൂടെയും റൺസ് കണ്ടെത്തിയിരുന്ന കോഹ്ലി അനായാസം ഇപ്പോൾ സിക്സറുകളും പറത്തുന്നുണ്ട്. ഈ സീസണിൽ ഇതുവരെ 12 സിക്സറുകൾ ആ ബാറ്റിൽ നിന്നും പിറന്നു. കോഹ്ലി ഏരിയൽ ഷോട്ടുകൾ കൂടുതലായി കളിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഡെയിൽ സ്റ്റെയിനെ പോലുള്ളവർ നിരീക്ഷിക്കുന്നു. മറ്റൊരു ശ്രദ്ധേയ നിരീക്ഷണം രവിചന്ദ്രൻ അശ്വിൻ്റേതാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുള്ള വിരമിക്കൽ കോഹ്ലിയുടെ ബാറ്റിങ്ങിൽ വലിയ മാറ്റം കൊണ്ടുവന്നതായാണ് അശ്വിൻ്റെ വിലയിരുത്തൽ. ടെസ്റ്റ് മത്സരങ്ങളിലെ പ്രതിരോധ ശൈലി പിന്തുടരേണ്ടതില്ലാത്തതിനാൽ അദ്ദേഹത്തിൻ്റെ ബാറ്റ് സ്വിംഗ് കൂടുതൽ സ്വതന്ത്രവും ഫ്ലോയുള്ളതുമായി മാറി. സ്ട്രൈക്ക് റേറ്റിലെ വർധനയ്ക്ക് അദ്ദേഹം ഈ കാരണമാണ് നിരത്തുന്നത്. മറ്റൊന്ന് പറയേണ്ടത് RCB ബാറ്റിംഗ് ലൈനപ്പാണ്. ഗെയിൽ, ABD, കോഹ്ലി ധ്രുവങ്ങളിൽ ചുറ്റിക്കറങ്ങിയ ബാറ്റിംഗ് ലൈനപ്പല്ല ഇപ്പോൾ RCB-യുടേത്. നന്നായി ബാറ്റ് ചെയ്യുന്ന 7-8 ബാറ്റർമാർ ചേർന്ന ഒരു ബറ്റാലിയനാണത്. എല്ലാവരും ഒന്നിനൊന്ന് വ്യത്യസ്തരും വിവിധ റോളുകൾ ചെയ്യാൻ പോകുന്നവരും. ഈ കൂട്ടത്തിൽ ഒറ്റയ്ക്ക് മത്സരം തിരിക്കാൻ പോകുന്ന 4-5 പേരുമുണ്ട്. ഈ കോൺഫിഡൻസും കോഹ്ലിക്ക് തുണയാകുന്നു. ഇമ്പാക്റ്റ് പ്ലെയറായി വന്ന് ബാറ്റും ചെയ്തു പോകുന്ന രീതി കോഹ്ലിക്ക് വശമില്ല. കളിയിൽ പൂർണ്ണമായും കമ്മിറ്റഡായി കളിക്കാൻ തന്നെയാണ് അദ്ദേഹത്തിന് താല്പര്യം. ഔദ്യോഗികമായി ക്യാപ്റ്റൻ അല്ലെങ്കിലും ഫീൽഡിലും നെറ്റ്സിലും അദ്ദേഹം പുലർത്തുന്ന ആവേശവും ഇടപെടലും ടീമിനാകെ മുതൽക്കൂട്ടാണ്. എല്ലാം നേടിയ താരമായിട്ടും തുടക്കക്കാരൻ അതേ ആവേശത്തിലും ചടുലതയിലുമാണ് കോഹ്ലി ഇന്നും കളിക്കളങ്ങളെ ഭരിക്കുന്നത്. കൂടാതെ ടീമിലെ യുവതാരങ്ങളോടും ബാറ്റിംഗ് പങ്കാളികളോടും മികച്ച റാപ്പോ സൂക്ഷിക്കുന്നുമുണ്ട്. മിഡിൽ ഓവറുകളിൽ സ്പിന്നർമാർക്കെതിരെ സ്ലോഗ് സ്വീപ്പുകൾ പരീക്ഷിച്ച് റൺ റേറ്റ് ഉയർത്തുക എന്ന ഉത്തരവാദിത്വവും അദ്ദേഹം ഇപ്പോൾ ഏറ്റെടുക്കുന്നു. ലളിതമായി പറഞ്ഞാൽ കോഹ്ലി RCB കുപ്പായം അണിയുന്നത് ബ്രാൻഡിങ്ങിനോ ഫാൻസിനോ വേണ്ടി മാത്രമല്ല, അദ്ദേഹം തന്നെയാണ് ഇന്നും RCB-യുടെ എഞ്ചിൻ. RCB ലൈനപ്പിൽ പറയേണ്ട മറ്റൊരാൾ ദേവ്ദത്ത് പടിക്കലാണ്. സ്ട്രൈക്ക് റേറ്റോ അഗ്രഷനോ ഇല്ലാതെ മെല്ലെ പോയിരുന്ന ദേവ്ദത്ത് പടിക്കലല്ല പുതിയ പടിക്കൽ. 120 സ്ട്രൈക്ക് റേറ്റിൽ പോയി ട്രോൾ ചെയ്യപ്പെട്ടിരുന്ന പടിക്കൽ അടിമുടി മാറിയിട്ടുണ്ട്. ഈ സീസണിലെ ആദ്യ 10 പന്തുകളിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 179.
കഴിഞ്ഞ വർഷം ഇത് 126 അതിനു മുമ്പ് 74 മാത്രമായിരുന്നു. തൻ്റെ T20 കരിയറിൽ ഇതുവരെ നേരിട്ട ആദ്യ പന്തുകൾക്കുള്ളിൽ ഒരു സിക്സർ പോലും പടിക്കൽ നേടിയിരുന്നില്ല. എന്നാൽ ഈ സീസണിൽ 6 ഇന്നിംഗ്സുകൾക്കിടയിൽ 2 തവണ അദ്ദേഹം നേരിട്ട ആദ്യ പന്തിൽ തന്നെ സിക്സർ പറത്തി. ഈ IPL-ൽ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 184 ആണ്. ഇന്നലെ ഗുജറാത്തിനെതിരെ 27 പന്തിൽ 55 റൺസ് അടിച്ച പടിക്കൽ പറത്തിയത് 6 സിക്സറുകളാണ്. ആദ്യ വിക്കറ്റ് വീണ ശേഷം ക്രീസിലെത്തുന്ന പടിക്കലിൻ്റെ മിന്നൽ കാമിയോ എതിരാളികളുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിക്കുന്നു. കൂടെ കോഹ്ലി അടക്കമുള്ളവരുടെ ഭാരവും കുറക്കുന്നു. ഇന്നലെ ഗുജറാത്തിനെതിരായ മത്സരശേഷം പടിക്കൽ പറഞ്ഞത് തൻ്റെ പ്രീവിയസ് വെർഷനെ മറക്കാൻ സമയമായി എന്നാണ്. 7 മത്സരങ്ങളിൽ നിന്നും 10 പോയിന്റുള്ള RCB പ്ലേ ഓഫിലേക്കുള്ള ഏറ്റവും സ്ട്രോങ് കണ്ടൻഡറാണ്. കിരീടമെന്ന ബാലികേറാമല തൊട്ടതോടെ ആരാധകരും ഇക്കുറി ടെൻഷൻ ഫ്രീ ആണ്. ആദ്യ 2 സ്ഥാനങ്ങളിൽ തന്നെ ഫിനിഷ് ചെയ്ത് മറ്റൊരു കിരീടം തന്നെയാണ് RCBയുടെ ലക്ഷ്യം.